ഹലോ. രാവിലെ നേരത്തെ തന്നെ ഒരാൾ എണീറ്റ് പുറപ്പെട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ്. കോട്ടായൊക്കെ വരും, കാരണം ശീലമില്ലാത്തതാണല്ലോ. താഴെ പാടത്ത് കുതിരോട്ട മത്സരം ഉണ്ടെന്ന് പറഞ്ഞു. 7 മണിക്ക് തുടങ്ങുന്ന പറഞ്ഞത്. അതിനു വേണ്ടിയിട്ടാണ് ഈ പുറപ്പെട്ടുള്ള നൃത്തം. പക്ഷെ താഴെ പോയി നോക്കിയപ്പോഴാണ് അറിഞ്ഞത് പരിപാടി തുടങ്ങിയിട്ടില്ല. കുതിരകളൊക്കെ എത്തി തുടങ്ങുന്നേ ഉള്ളൂ. അതുകൊണ്ട് പരിപാടി തുടങ്ങാൻ എന്തായാലും നേരം വൈകും. അതുകൊണ്ട് അവിടെ ഒരു കോഴിമുട്ടയും തിന്നിട്ട് ഇങ്ങനെ കാത്തിരിക്കുകയാണ് നമ്മളെ ഐസുക്കുട്ടി. ഇന്നലെ രാവിലെ കുഞ്ഞാപ്പൂവിന്റെ വീട്ടില്, കൊമ്പങ്കാട് കോയന്റെ കുഞ്ഞാപ്പൂ അല്ല കേട്ടോ, ഇത് ഞങ്ങളെ പാവം കുഞ്ഞാപ്പൂ. അവന്റെ വീട്ടിൽ കുതിരേനെ കണ്ടപ്പോഴാണ് നമ്മളെ നാട്ടില് തൊട്ട് താഴത്തെ പാടത്ത് തന്നെ ഇങ്ങനൊരു പരിപാടി നടക്കണ വിവരം ഞങ്ങൾ അറിഞ്ഞത്. അപ്പൊ തന്നെ എന്തായാലും മനസ്സിൽ ഉറപ്പിച്ചു, നമ്മളെ നാട്ടിൽ ഇത്രയും അടുത്ത് ഇങ്ങനെ ഒരു പരിപാടി നടന്നിട്ട് കാണാതിരുന്നാൽ മോശമല്ലേ. വല്ലപ്പോഴും അല്ലേ ഇങ്ങനത്തെ പരിപാടികളൊക്കെ കാണാനൊരു അവസരവും കിട്ടുള്ളൂ. കുതിര റേസ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എന്തായാലും ഇതുവരെ കണ്ടിട്ടില്ല. ഇനിയൊട്ട് കാണുമെന്ന് അറിയൂല. അപ്പൊ കിട്ടിയ ചാൻസ് മുതലാക്കണ്ട നമ്മള്. വീഡിയോസിലല്ലാതെ ഇതുവരെ നേരിട്ട് കുതിര സ്പീഡിൽ ഓടുന്നത് കണ്ടിട്ടില്ല. അതുകൊണ്ട് കാണാനൊരു പൂതി. എക്സിബിഷനിൽ പോയിട്ടുണ്ടെങ്കിലും വെറുതെ നടക്കുന്നതൊക്കെ അല്ലേ കാണുള്ളൂ. കുറെ കുതിരകൾ ഇന്നലെ തന്നെ വന്ന് ജസ്റ്റ് പ്രാക്ടീസ് ഒക്കെ ചെയ്ത് സ്ഥലത്തിനായിട്ടൊരു പരിചയമൊക്കെ വന്നിട്ടൊക്കെ ഉണ്ട്. ചില കുതിരകൾ എത്തുന്നേ ഉള്ളൂ. ഒരുപാട് കുതിരകൾ ഉണ്ട് കേട്ടോ, നല്ല നല്ല കളറിൽ വെറൈറ്റി കുതിരകൾ. ആദ്യങ്ങളെ വാലും ആ നിൽപ്പും ഒക്കെ കാണാൻ നല്ല ഭംഗി. കുതിരന്റെ നോട്ടം വേറെ ഇങ്ങോട്ട് മാറി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കണ്ണിന്റെ അവിടെ ഇങ്ങനെ കെട്ടിക്കൊടുത്തിട്ടുള്ളത്. കറക്റ്റായിട്ട് സ്ട്രെയിറ്റിൽ മാത്രം കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഓടുന്ന സമയത്ത് സൈഡിലുള്ള ആൾക്കാരൊന്നും കണ്ടിട്ട് ഡിസ്ട്രാക്റ്റ് ആയി പോവാതിരിക്കാനാണ്. ഇത് നോക്കിയാ ഒരു കുഞ്ഞേ ചെക്കൻ കുതിര വന്ന് ചാടി ഇറങ്ങി വരുന്നേ. അവൻ കൊണ്ടോണം എന്താ അല്ലേ. അവൻ്റെ പെരയത്തെ കുതിര തോന്നുന്നുണ്ട്, അല്ലാതെ പോകുന്നു ഇങ്ങനെ കൊണ്ടുപോകും. ഓന് ചെറുപ്പം മുതലേ പരിചയം ഉണ്ടായിരിക്കും. ഇതാണ് കേട്ടോ കുതിരകൾക്ക് ഓടാനുള്ള ട്രാക്ക്. പാടത്തിന്റെ ഈ തല മുതൽ ആ തല വരെ സ്ട്രൈറ്റ് ആയിട്ട് കെട്ടിയിട്ടാണുള്ളത്. അതിന്റെ സൈഡിൽ റിബൺ കെട്ടി വെച്ചിട്ടുണ്ട്. അതിന്റെ അപ്പുറത്ത് മാത്രമേ ആൾക്കാർക്ക് നിൽക്കാനുള്ള അനുവാദമുള്ളൂ. ഒന്നാം നമ്പർ കുതിര എത്തിയിട്ടില്ല, ഇത് മാറി നിൽക്കുകയാണ്. 2ാം നമ്പറാണ് ഓടിക്കഴിഞ്ഞിരിക്കുന്നത്. അടുത്ത 3ാം നമ്പർ റെഡിയായിക്കൊണ്ടിരിക്കുന്നു. ഈ കുതിരനെ ട്രാക്ക് കയറ്റാന്നുള്ളത് ഇത്തിരി പണിയാണ്. അവരെ മൂടിനനുസരിച്ചിട്ട് അവർ കേറുള്ളൂ. സംഭവം കാണാൻ നല്ല രസമാണെങ്കിലും ആ അടി കൊടുക്കുന്നത് ഇത്തിരി അൺസഹിക്കബിൾ ആണ്. ഇവരെ മെരുക്കി കൊണ്ട് നടക്കുന്നത് ഇത്തിരി ടഫാണ് കേട്ടോ. ഒരു കുതിരേൻ്റെ കൂടെ തന്നെ ഒരുപാട് ആൾക്കാരുണ്ട് അതിനെ കൺട്രോൾ ചെയ്ത് കൊണ്ട് നടക്കാൻ വേണ്ടിയിട്ട്. ചെസ് നമ്പർ 6 മാണിക്കൻ. പരിപാടി വൈകുന്നേരം വരെ ഉണ്ടായിരുന്നു. പക്ഷേ വെയിലിൻ്റെ ചൂട് കനത്തപ്പോൾ ഞങ്ങൾ വേഗം വീട്ടിലേക്ക് തന്നെ തിരിച്ചു വന്നു.